ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ ആക്രമണങ്ങൾക്കിടെ ഈ മാസം 9-ാം തീയതി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഇക്കാര്യം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഡിസംബർ 9-ന് ബംഗ്ലാദേശ് സന്ദർശിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാക്കുന്നത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതുമാത്രമല്ല, നിരവധി മീറ്റിംഗുകൾ, വിദേശകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദേശകാര്യ ഓഫീസ് കൂടിയാലോചനകൾ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഘടനാപരമായ ഇടപെടലുകൾ എല്ലാം തന്നെ അതിനകത്തുണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ തന്നെയായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ബംഗ്ലാദേശ് ഒരുപടി കൂട്ടിയെറിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് ഇന്ത്യയുടെ കാല് പിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെ പെരുപ്പിച്ചു കാണിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. തങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന രീതിയിലുള്ള ബംഗ്ലാദേശിന്റെ ഈ ഒരു നിലവിളി വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ഈ നിലവിളി ബംഗ്ലാദേശിൽ നിന്ന് ഉയർന്നതാണ്. അപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ അതിന് മറുപടി കൊടുത്തതുമാണ്. എല്ലാം ഒന്നും അങ്ങനെയല്ല, അങ്ങനെ പറയാനായി ശ്രമിക്കരുത് എന്നാണ് എസ് ജയശങ്കർ കൃത്യമായി ബംഗ്ലാദേശിന് ആ സമയത്ത് മറുപടി കൊടുത്തിരുന്നത്. എന്നാൽ ബംഗ്ലാദേശ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഈ കാർഡ് വീണ്ടും ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത മണക്കേണ്ടതായിട്ടുമുണ്ട് എന്നും പല വിദേശകാര്യ നിരീക്ഷകന്മാരും ഇപ്പോൾ പറയുന്നുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ബംഗ്ലാദേശ് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പെരുപ്പിച്ച് കാട്ടുകയാണ് എന്ന് ബംഗ്ലാദേശ് പറയുമ്പോൾ, ഇപ്പോഴാ സമയത്ത് മറ്റൊരു ഹിന്ദു ക്ഷേത്രത്തിന് കൂടി തീയിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വെള്ളിയാഴ്ച രാത്രി ധാക്കയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ധോർ ഗ്രാമത്തിലെ മഹാഭാഗ്യ ലക്ഷ്മി നാരായണ മന്ദിറാണ് ആക്രമണത്തിന് ഇരയായത് എന്ന റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. തന്റെ തറവാട് ക്ഷേത്രമായിരുന്നു അതെന്നും അത് അജ്ഞാതരായിട്ടുള്ള ആക്രമികൾ തീവച്ച് നശിപ്പിച്ചുവെന്നും അതിന്റെ സൂപ്പർവൈസറായിട്ടുള്ള ബാബുൽ ഘോഷ് ANI പറഞ്ഞു. ANI എന്തായാലും വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമമല്ല എന്ന് ലോകത്തിന് തന്നെ ബോധ്യമുള്ളൊരു കാര്യമാണ്. താൻ വീട്ടിലില്ലാത്ത സമയത്ത് ആക്രമികൾ വിഗ്രഹങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു, ആ ക്ഷേത്രത്തിന് തീയിടുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധം കാരണം, അതായത് ബംഗ്ലാദേശിലെ ഇസ്കോന്റെ ആത്മീയ ആചാര്യനായിട്ടുള്ള പ്രഭു ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിലെ അഗർത്തലയിലെയും കൊൽക്കത്തയിലെയും ഹൈക്കമ്മീഷനുകളിലെ മിഷൻ മേധാവികളുടെ ആ ഒരു സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് അവരെ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ഡിസംബർ 9-ന് ഇവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും കൂടിയാലോചനകൾ വരുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.